കൊള്ളാം, നല്ല അഭിനയം. കൊള്ളാം, നല്ല പടം. ഫാമിലിയാണ് ഇഷ്ടപ്പെട്ട പടം. ഫാമിലി മൂവിയാണ്. കൊള്ളായിരുന്നു സിനിമ. കൊള്ളായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? നല്ല ഇമോഷണൽ സ്റ്റണ്ട് സൂപ്പറാണ്. ഇവിടെ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. എന്തായാലും അത്ര കിടിലം പടം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞെട്ടിച്ചിട്ടുണ്ട്, നല്ലൊരു ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെയുള്ള ലൂസിഫറിനെയൊക്കെ, അതായത് എമ്പുരാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് തകർത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തകർത്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. കൊള്ളാം, നല്ല കിടിലം പടം. കുഴപ്പമില്ല, സൂപ്പറായിട്ട്. മോഹൻലാൽ കൊള്ളാം. പഴയ റോളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല പിന്നെ പഴയ പണ്ടുള്ള പടം പോലെ മോഹൻലാൽ നല്ല റോളൊക്കെ എടുത്തു. നല്ല കുഴപ്പമില്ല, നല്ല പടം, കുടുംബ പടം. കണ്ടുപിടിക്കാൻ തീരെ പോരില്ല, കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ടുണ്ട്. അതെ, ഇമോഷൻസ് ഉള്ള സിനിമയാണ്. അതെ, അടിപൊളി സിനിമ. കൊള്ളാം, സൂപ്പർ പടമാണ്. മോഹൻലാലിൻ്റെ പടമാണ്, നല്ല പടമാണ്. ഞാൻ കാത്തിരുന്ന മോഹൻലാലിനെ തിരിച്ചു കിട്ടി. നല്ല ഫീലായിട്ട് തുടക്കം തൊട്ട് ഇതുവരെ എനിക്ക് എല്ലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, പിന്നെ ഇത് തന്നെയാണ് എനിക്ക്. അല്ലാതെ ഈ ചുമ്മാ ആക്ഷനുള്ള പടമൊന്നും അത്ര വലിയ ഇതില്ല. പുരാൻ കണ്ട്, എന്നാലും അതൊന്നും മനസ്സിലായില്ല ശരിക്കും. ഒരുമാതിരി ശരിക്കും ഫീൽ ചെയ്യും. ലാസ്റ്റ് തെങ്ങുമൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. ശോഭനയായാലും മോഹൻലാലായാലും ഇതെല്ലാം അഭിനയിച്ച എല്ലാവരും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ, അടിപൊളി അഭിനയം. സൂപ്പർ, അടിപൊളി. കുറേ നാൾക്ക് ശേഷം അടിപൊളി വൻ സിനിമ. കൊള്ളാം, കൊള്ളായിരുന്നു, എല്ലാം കൊള്ളാം. വില്ലൻ എല്ലാവരും നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. കൊള്ളാം, കിട്ടില്ല. കൊള്ളാം, ആ നന്നായിട്ട്. നല്ല ഫിലിം, സൂപ്പർ. ലാലേട്ടൻ തിരിച്ചു വന്നു. പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. പക്ഷെ ഇതാണ് നമ്മുടെ ആൾക്കാർ കാത്തിരിക്കുന്ന മോഹൻലാൽ. ഇതാണ് കിടുക്കാച്ചി, പഴയ നമ്മളെ പഴയ ലാലേട്ടൻ കിടുക്കി, അടിപൊളി. വില്ലൻ സൂപ്പർ. എന്തായാലും ലാസ്റ്റ് കലക്കി. മോനും എന്തോ പിന്നല്ലേ അടിച്ച് പൊളിച്ച്. സൂപ്പർ സിനിമ. ലാലേട്ടൻ കൊള്ളാം, നല്ല നൈസ് മൂവി, അടിപൊളി, നല്ലത്. പടം കുഴപ്പമില്ല. ആ, വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല, സൂപ്പർ പടം. വില്ലൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല ഹാപ്പിയായി. വില്ലൻ അടിപൊളിയാ, അടിപൊളി പടമായിരുന്നു. സൂപ്പർ, നല്ല അടിപൊളി അഭിനയായിരുന്നു. അവനെ പടം എന്ന് പറയണോ, തീപ്പൊരി പടം. സൂപ്പർ, ലാലേട്ടൻ ഒഴിച്ചു. സൂപ്പറായിരുന്നു. മോഹൻലാൽ ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അതായത് കുറേ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കാണാൻ പറ്റി നമുക്ക് ശരിക്കും. അവനെ വില്ലൻ എന്ന് പറയണത് ഇറ്റ്സ് അമേസിങ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു വില്ലന്. ഭയങ്കര എന്ന് വെച്ചാൽ എന്താ പറയുക, മോഹൻലാൽ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അതേ അളവിൽ നിന്ന് അഭിനയിക്കാൻ ഈ വില്ലന് സാധിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര നല്ല മൂവിയാണെന്ന് പുറത്തുനിന്ന് നല്ല അറിവ് കിട്ടി വന്ന് കണ്ടതാണ്. ഒരിക്കലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒരു തരി പോലും താഴത്തേക്ക് വരത്തില്ല. അത്ര എല്ലാവരും വന്ന് കാണണം. ഇമോഷണലി ആയി തീർച്ചയായിട്ടും. ലാസ്റ്റ് മൊമെൻറ്റ് നമുക്ക് ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമ്മമാരായിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാണാൻ. ബാക്കി ഫാമിലി വെരി നൈസ് മൂവി. മിസ് ചെയ്യരുത് ആരും, എല്ലാവരും കാണണം. യെസ് യെസ്, ഡെഫിനറ്റ്ലി എല്ലാവർക്കും കാണാവുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. നല്ല പടമായിരുന്നു. ലാലേട്ടൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പഴയൊരു ലാലേട്ടനെ നമുക്കിതിലൂടെ കിട്ടി. നല്ല പടമായിരുന്നു. എല്ലാവരുടെ അഭിനയം ഓവറോൾ കൊള്ളാം. വല്ല കുഴപ്പമില്ല. ഇഷ്ടപ്പെടായൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു, നല്ല പടം. നല്ല മൂവിയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ നമ്മുടെ പണ്ടത്തെ ഒരു ഇത്, പിന്നെ വില്ലൻ രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. പിക്ചറൈസേഷനും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മൂവി. ഒന്നും പറയാനില്ല, രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് ആളുടെ. നമുക്ക് വില്ലനോട് കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടുണ്ട് ആള്. നല്ല പടം, നല്ല പടമായിരുന്നു. എല്ലാവർക്കും നല്ല അഭിനയം, അല്ല സൂപ്പർ പടമായിരുന്നു. ഫുൾ മൊത്തത്തിൽ നല്ല നല്ല രസമുണ്ടായിരുന്നു. വില്ലൻ പിന്നെ ഒന്നും പറയാല്ല, ആളുടെ സീൻ അഭിനയമായിരുന്നു ആളുടെ.